അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ ദൂത് പേടോ. എന്താണ് ദൂത് പേടോ? ദൂത് പേട മറ്റേ എന്താ മൂപ്പരുടെ പേരെന്താണ്? ജുനാഗഡ് നവാബ്, അവിടുത്തെ നവാബ് കണ്ടെത്തിയ ഒരു വെറൈറ്റി എന്ന് പറയുന്നു. അപ്പോൾ ദൂത് പേടോ എന്ന് പറഞ്ഞാൽ അറിയാലോ, മിൽക്ക് പേട. മിൽക്ക് പേട ആണ് ദൂത് പേടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ വെയിറ്റ് ഉണ്ട്. ചെറിയ മാങ്ങയാണ്. ഇതിൽ അതിൽ ഏറ്റവും വലിയ മാങ്ങയായിട്ട് ഈ കാണുന്നത്. ഇത് അതിൽ ഏറ്റവും വലിയ മാങ്ങയാണ്. അപ്പോൾ ഒരു 100 ആണ് ആവറേജ്. നമ്മൾ നോക്കിയിരുന്നപ്പോൾ ഇത് നോക്കണ്ട, ഒരു ആവറേജ് 150-100 ഗ്രാംസ് ഒക്കെ വരുന്ന ഒരു പഴുത്താലും നമ്മളെ കാലാപ്പാടി പോലെ തന്നെ പച്ച കളറാണ്. പച്ച കളറാണ്. നല്ല പഴുത്തിട്ടുണ്ട്. പച്ച കളറാണ് ദൂത് പേട. നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു പച്ചക്ക്. നല്ല സ്മെല്ലിന് ഒരു സ്വീറ്റ് ഫ്ലേവറാണ്. നല്ല സ്മെല്ലാണ്. നല്ല മണമുണ്ട്. നമ്മളിന്ന് പ്രകൃതി മരണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ രമണീയം ഒരു അസാധ്യ സ്മെല്ലാണ്. ഇഷ്ടപ്പെടുന്നൊരു എന്താണ് സ്മെല്ല്? പറയൂ. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ ഇഷ്ടപ്പെടും. നമ്മുടെ കൂടെ തൃശ്ശൂർക്കാരൻ സിറാജാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. തൃശ്ശൂർക്കാരന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണ് സ്മെല്ല് നോക്കിയേ? നല്ല സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഉരുണ്ട ഗോള ഷേപ്പിലുള്ള മാങ്ങയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കും. ഞാൻ ഇതിൻ്റെ ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ സ്മെല്ലും കാര്യമൊന്നും പറയുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. ലൈറ്റ് യെല്ലോ ഫ്ലഷ് ആണല്ലേ? ഒന്നുകൂടെ കാണിച്ചേ. ഒരു കട്ട് ചെയ്തതോടെ തന്നെ ഒരു ചണയുടെ ഒരു ഫീൽ ഉണ്ട്. ഫ്ലഷ് യെല്ലോ ഫ്ലഷ് ആണ്. ഓക്കെ, പിന്നെ ഒന്ന് നോക്കിയേ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കൂ. യെല്ലോ ഫ്ലഷ്. ഒന്ന് സ്മെല് ചെയ്ത് നോക്കി. എവിടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കിട്ടുന്നുണ്ടോ നോക്കി. ഒരു കോക്കനട്ട് സ്മെല്ലാണല്ലോ പോരട്ടെ. കറക്റ്റ്. ആകട്ടെ. ഇനിയും ഞാൻ നിങ്ങൾക്ക് അവസരം തരും. കോക്കനട്ട് ഓക്കെ, ഐ അഗ്രി വിത്ത് കോക്കനട്ട്. ബിക്കോസ് ആ മാങ്ങക്ക് ജനറലി കോക്കനട്ട് ഫ്ലേവർ എന്നാണ് പറയാം. ഞാൻ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു മാമ്പഴത്തിൻ്റെ ഫ്ലേവറാണ് ഇതിന്. ഞാൻ പറയട്ടെ, സോറി നീലം. ഇനിയൊന്ന് നോക്കി. ലാസ്റ്റ് നീലത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട്. TSS 20 വരുന്നുണ്ട്. 18.9 അല്ലേ വരുന്നുണ്ട്. ഞാൻ ഇത് അവിടുന്ന് കഴിച്ചായിരുന്നു. പക്ക നമ്മുടെ ഒരു നീലം. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നീ ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയേ. നീലം വരുന്നുണ്ടോ നോക്കിയേ. 20 ആണ് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇനി നിങ്ങളുടെ കൂടെ അഭിപ്രായം വരട്ടെ. എനിക്ക് നീലമായിട്ട് അത് അവിടെ നിന്ന് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തു. ഒരു പീസും എടുത്ത്. കോക്കനട്ട് ഉണ്ട്. നീലത്തിന് കോക്കനട്ടാണ്. ഇത് അസാധ്യ ടേസ്റ്റും ഒരു ഇതിൻ്റെ കരിക്ക് കഴിക്കുന്ന ഒരു ഫീൽ. നീലം കുറച്ച് പാല് കൂട്ടി കരിക്ക് കൂട്ടി അടിച്ചു കഴിഞ്ഞാലുള്ള നീലം അല്ലേ? നീലത്തിൽ പാല് കയറ്റിയ പോലെ ഇല്ലേ? നീലത്തിൽ പാല് കയറ്റിയ പോലെ ഉണ്ടോ നോക്കിയാ? ഒരു മിൽക്കിഷ് ആയിട്ടുള്ളൊരു ഫ്ലേവർ വരുന്നുണ്ട്. ബട്ടർ മാരിത്തെ ഫ്ലഷ്. നല്ല ക്രീമി അല്ലേ? വളരെ ലൈറ്റ് ഫ്ലഷ് അലിഞ്ഞു പോകുന്നു. ഫ്ലഷ് ശരിക്കും ഒരു ബട്ടർ പോലെ അല്ലേ? ഈ മധുരം, ഈ ഒരു സ്വീറ്റ്നെസ് ഇതിന് ഭയങ്കര സ്യൂട്ടാട്ടോ. ആപ്റ്റാണ് അല്ലേ? ഇതൊരു കറക്റ്റ് സ്വീറ്റ്നെസ് ആണ് ഇതിന് അല്ലേ? ഈ ഒരു ഫ്ലേവറിന് കറക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഒട്ടും കയറി വരുന്നില്ല ഫ്ലേവർ. നമ്മള് റൈസിന്റെ വീട്ടിലുണ്ടായ ഒരു മറ്റേ ഇതില്ലേ, അവഗാവോ മൽഗോന്റെ സീഡ്ലിങ്. പക്ഷെ ഇത് പറഞ്ഞ ഇതിപ്പോ സ്വീറ്റ്നെസ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രസം ഉണ്ടാവില്ല. ഇത് ഈ ഒരു സ്വീറ്റ്നെസ് ആണ് ഇതിന് ഭയങ്കര രസമാണ്. ശരിയാണ്. ഒരു മൽഗോവയും നീലനും കൂടെ മിക്സ്ഡ് ഒരു ഫ്ലേവർ വരുന്നുണ്ടോ? നീലം വരുന്നുണ്ട്. മൽഗോവയും നീലനും പല സ്ഥലത്തും നീലം വരുന്നുണ്ട്. ശരിയാ, മൽഗോവയും നീലനും കൂടെ മിക്സ് ആവുന്നുണ്ട് വിത്ത് മിൽക്ക്. അത് നമ്മൾ അവഗാവോ എന്ന് പറഞ്ഞില്ലേ? ബട്ടർ ഫ്ലേവർ അല്ലേ? ഒരു മിൽക്ക് സാധനം കരിക്കിട്ട് മാങ്ങ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിലേക്ക് അല്ലേ? ഭയങ്കര ബട്ടറി സാധനം അല്ലേ ഇതിൻ്റെ ടെക്സ്ചർ? ഇത് മോണോ പൊളിച്ചു നോക്കേണ്ടി വരും. ഇത് അവിടെ ഉണ്ടായതല്ലേ? അനിൽ ഫാമിൽ ഉണ്ടായതല്ലേ? അതെ, നമ്മളെ ലോക്കൽ വെറൈറ്റി അല്ലേ ഗുജറാത്ത്? സൂപ്പർ സാധനം കേട്ടോ. ശരിക്കും നമ്മൾ നാട്ടിൽ ഉണ്ടായി കിട്ടുകയാണെങ്കിൽ ശരിക്കും അല്ലേ? ഞാൻ കമ്പൗണ്ട് തരൂല. ഇത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണോ ഈ മാങ്ങ? അവിടെ കേസർ മാത്രം ജനറലൈസ് അല്ല, കേസർ ഓൺലി. ഗുജറാത്തിൽ കേസർ മാത്രമേ കൊമേഴ്ഷ്യലി ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ എന്ന് പറയാം നമ്മൾ വെച്ചാൽ കിട്ടുള്ളൂ.
പക്ഷേ ഇത് ഒരു രക്ഷയില്ല, അസാധ്യം വാങ്ങാം കേട്ടോ. ചെറിയ രീതിക്ക് ഞാരുണ്ട്, ചെറിയൊരു ഫൈബർ ഉണ്ട്. പക്ഷെ ഉള്ള ഫ്ലഷ് എന്ന് പറയുന്നത് ബട്ടർ പോലത്തെ ഫ്ലഷ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും, മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ബട്ടർ പോലത്തെ ഫ്ലഷ്. പക്ഷെ എന്നാ കേറി വരുന്നില്ല, ഒരു ആവറേജ് മധുരമാണ് അല്ലേ? കേറി വരുന്നുണ്ട്. ഒരു മൽഗോവയും നീലനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ. ഒരു താഴെ ഒരു 20യുടെ താഴെ സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട്. കയ്പ് വരുന്നില്ല, ചുണക്കത്തോ കയ്പോ ഒന്നും തന്നെ വരുന്നില്ല. തൊലി കഴിക്കണ്ടെന്ന്. തൊലി കയ്പുണ്ട്, തൊലി കടിക്കുമ്പോൾ കയ്പുണ്ട്. കടിച്ചു നോക്കിയേ, ചുണക്കുത്തില്ല. തൊലിക്ക് നല്ല കയ്പുണ്ട്. കയ്പ് വരുന്നുണ്ട്, ചുണക്കുത്തില്ല, ചുണക്കുത്ത് ഒട്ടുമില്ല. ചുണയുടെ അംശമില്ല ഇതിൽ. അവിടെ അണ്ടി സൈസാക്കി ബോസ്. അണ്ടി കഴിച്ചു നോക്കിയാൽ എക്സ്ട്രീംലി സ്വീറ്റ് അല്ല, ഭയങ്കര സ്വീറ്റായി മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ മാങ്ങ ഐ ഡോണ്ട് റെക്കമെൻഡ്. ബൈ ദ വേ ഒരു മിക്സ്ഡ് ഫ്ലേവർ ഓഫ് നമ്മുടെ എന്താ പറയുക, നീലവും കോക്കനട്ട്, അതെ, മൽഗോവ എല്ലാം കൂടെ ബട്ടർ ഫീൽ ഉണ്ട് അല്ലേ? ബട്ടർ ഫീലും. നമ്മുടെ ഇത്രയും ഒരു ക്രീമി ടെക്സ്ചറിലെ മാമ്പഴം കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ അവഗാവോ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചില്ല, അത് ഞാൻ കഴിച്ചില്ല. അവഗാവോ എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും, അതൊന്നുമില്ല. നമ്മുടെ മൽഗോവയുടെ ഒരു വീട്ടിലുണ്ടായ മൽഗോവയുടെ സീഡ്ലിംഗ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ സൂപ്പറാണ്. അണ്ടിയോട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഒരു പുളിയില്ല, നല്ല ക്രീമിയാണ്. നമ്മുടെ നാടൻ മാങ്ങകൾക്കാണ് ഈ അണ്ടിയോട് അടുത്ത് പുളി വരുന്നത്. അതെ, ബാക്കി പുറത്തുനിന്നുള്ള മാങ്ങകൾക്കൊക്കെ ആ ഒരു സ്വീറ്റ് തന്നെയാണ് വരുന്നത്. സ്വീറ്റ് ആണ്, അതെ. ഒട്ടും ഫൈബർ ഒട്ടും തന്നെ വേറെ എന്താണ്, എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ മാങ്ങ എന്നുള്ള ചെറിയൊരു പോരായ്മയായിട്ട് പറയാം. വേറെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? 2 ആഴ്ച മതി, പ്രശ്നം കഴിഞ്ഞില്ലേ? അതെ, ഓക്കെ. വേറെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നില്ല. കളർ വരുന്നില്ല. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യൽ ഇതിലേക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റില്ല. മാങ്ങയുടെ സൈസ് കുറവ്, പിന്നെ കളർ മാറുന്നില്ല, അതൊക്കെ ഒരു പോരായ്മയാണ്. അപ്പൊ അതിലുള്ള ഏറ്റവും വലിയ മാങ്ങ കേട്ടത്. പക്ഷെ ടേസ്റ്റ് അപാര ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റ് പറയുമ്പോൾ ആളുകൾ വേറെ തെറ്റിദ്ധരിക്കും, ഭയങ്കര മധുരമല്ല. മധുരം ഓവറോൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വായന ആ ഒരു ഇത് പോകുന്നില്ല. വീണ്ടും കഴിക്കാനുള്ള ഒരു ടെംപ്റ്റിംഗ് ഉണ്ട് ഇതിന്, ഒരു മിൽക്കിനെസ് ഉണ്ട് അല്ലേ? ആ ക്രീമാണ് ഇങ്ങനെ ഒരു ക്രീം ഫീലാണ്, ഒരു കേക്കിന്റെ ഒക്കെ ക്രീമിന്റെ ഫീലാണ് നമുക്ക് തോന്നുന്നത്. കമ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ തരില്ല. ഇടുക്കാണ്, തരലല്ലേ, നമ്മൾ ഇടുക്കലാണ്. നല്ല മാങ്ങകൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇടുക്കലാണ്. അത് ചോദിക്കും, നല്ല രീതിക്ക് ചോദിക്കും. നമുക്ക് കമ്പ് കൊണ്ടല്ല, നമുക്ക് മാങ്ങ നമുക്ക് കമ്പനിയേക്കാളും. അപ്പോൾ ഓവറോൾ ദൂത് പേട ഇതാണ്. ഒരു ആവറേജ് സ്വീറ്റ്, എക്സലൻറ്റ് ഫ്ലേവർ, എക്സലൻസ് ടെക്സ്ചർ. പിന്നെ പുഴുക്കേടിൻ്റെ നമുക്ക് ഇനി നമ്മുടെ നാട്ടിലൊക്കെ വന്നാലേ അത് പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഇതിൽ പുഴുക്കേടുണ്ടാവും തോന്നുന്നു. ഏകദേശം ഒരു തൊലി നല്ല കട്ടിയുണ്ട്, തൊലിക്ക് നല്ല കട്ടിയുണ്ട്. മിക്കവാറും പുഴുക്കേട് വരില്ല ഇതില്. സോ നല്ലൊരു മാങ്ങ. ഇതൊക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ദൂത് പേടയെ കുറിച്ചിട്ട്? ഇല്ല, ഇത്രയൊക്കെയാണ്. ഇതന്നെ അധികമല്ല, ഈ പറഞ്ഞത് അധികമാണ്. ഒരു വെണ്ണ ടെക്സ്ചർ വരുന്ന മാങ്ങകൾ വളരെ ശരിയാണ്. വെണ്ണ ടെക്സ്ചറിൽ ഏറ്റവും സൂപ്പർ വെണ്ണ ടെക്സ്ചർ കഴിച്ചത് നമ്മുടെ അവഗാവോ. ഇപ്രാവശ്യം കുറച്ച് മാങ്ങകൾ നമുക്ക് കിട്ടിയില്ല, കവുങ്ങ് പോലെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ നമുക്ക് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം. എത്രയൊക്കെയാണ് നമുക്ക് മാങ്ങയെ കുറിച്ച് പറയാനുള്ളത്? ഇതാണ് അതിന്റെ വൃത്തി, മാങ്ങയുടെ ക്വാളിറ്റി ഈ അണ്ടിൽ കാണാം. ഇതിൽ ഇതൊന്നുമില്ല, ഒന്നുമില്ല. ശതമാനമായി അണ്ടി അങ്ങോട്ട് വിഴുങ്ങാനുള്ള സൈസേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.